ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു ഓണക്കാലം കൂടി കഴിഞ്ഞിരിക്കുന്നു. ഓണം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ നാട്, പിന്നെ എൻ്റെ കസിൻസ്, പിന്നെ അവരോടൊപ്പം ചിലവഴിക്കുന്ന ആ മൊമെൻറ്റ്സ്. പൂരങ്ങളുടെ നാടായ തൃശ്ശൂരാണ് നമ്മുടെ നാട് വരുന്നത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ഒരു സിനിമയ്ക്ക് എന്തായാലും പോകണമെന്ന്. അതുകൊണ്ട് അവരവിടെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തേണ്ടത് നോക്കിയിരിക്കുകയാണ് അവർ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, വേഗം ഫുഡ് കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും കൂടി തിയേറ്ററിലേക്ക് പോയി. ഈ കാണുന്നവരൊക്കെ എൻ്റെ വലിയാൻ്റിയും കുഞ്ഞാൻ്റിയും വെല്ലുമ്മയും കസിൻസും ഒക്കെയാണ് കേട്ടോ. തൃപ്രയാറിൻ്റെ അടുത്ത് പെരിങ്ങോട്ടുകാരെയാണ് അമ്മൻ്റെ വീട് വരുന്നത്. അവിടെ ഈ കാഞ്ഞാണിയിലെ ദേവ തിയേറ്ററിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം മൂവിയാണ് കാണാൻ പോയത്. ഞങ്ങളുടെ കൂടെ കസിൻ്റെ കുട്ടിയും കൂടിയുണ്ട്. കുഞ്ഞാരു എന്നാണ് ഞങ്ങൾ വിളിക്കുക. കുഞ്ഞാരു കരയാതെ തിയേറ്ററിലിരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അമ്മ നേരത്തെ തന്നെ പോപ്കോൺ മേടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ സിനിമയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴാണ് കുട്ടൂന്നൊരു ഐഡിയ തോന്നിയത്, റിവ്യൂ ചോദിച്ചാലോ എന്ന്. നാട്ടുകാരോട് ചോദിക്കുന്നു വിചാരിച്ച ഞാൻ കണ്ടത് നമ്മുടെ ഫാമിലിയോട് തന്നെ ചോദിക്കുന്നതാണ്. നല്ല പടം. ഇതിന്റെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലുള്ള എല്ലാവരും മോഹൻലാൽ ഫാൻസാണ്. അത് കുട്ടു അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നെക്സ്റ്റ് ഡേ പ്ലാനിങ് ആയി. ആക്ച്വലി നെക്സ്റ്റ് ഡേ ഞങ്ങൾ പെട്ടെന്ന് ഇട്ട പ്ലാനായിരുന്നു ചേറ്റുവ പോവാന്ന്. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങണമായിരുന്നു. അതുകൊണ്ട് വേഗം പോയിട്ട് വരാൻ പറ്റിയ പ്ലേസാണ് ഞങ്ങൾ നോക്കിയത്. ഇവരെ രാവിലെ എണീച്ച് വിടുന്ന സീനാണ് ഈ കാണുന്നത്. കുഞ്ഞാരു നേരത്തെ എണീച്ച് ഇവരെ എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ എണീച്ച് റെഡി ആവാൻ തുടങ്ങി എല്ലാവരും. വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ ചേറ്റുവയ്ക്ക്. ആക്ച്വലി മാംഗ്രൂവ് ഫോറസ്റ്റിലൂടെയുള്ള കയാക്കിംഗ് ആയിരുന്നു ഞങ്ങളുടെ ഏക ലക്ഷ്യം. 4 മണിക്കാറ്റെന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത്. ഇവിടെ കയാക്കിങ്ങും ബോട്ടിങ്ങും പിന്നെ ചെറിയൊരു പാർക്കും എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് മാംഗ്രൂവ് ഫോറസ്റ്റിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണമെന്ന്. അങ്ങനെ ആ പ്ലാന് പോയി. എന്നാൽ പിന്നെ ഉള്ളതിൽ കയറാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വഞ്ചിയിൽ പോകാനായിട്ട് ടിക്കറ്റ് എടുത്തു. 10 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത്. കൂടാതെ വഞ്ചിയിൽ പോകാമെന്ന് വിചാരിച്ചത് കൊണ്ട് ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. പക്ഷേ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ആണ് ഇവിടുത്തെ ബെസ്റ്റ് ടൈം. ഞങ്ങൾ എത്തിയത് കറക്റ്റ് നട്ടുച്ചയ്ക്കായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ വഞ്ചിയിൽ കയറി. പിന്നെ എവിടെ പോയാലും കുഞ്ഞാരുവിൻ്റെ പാട്ടുണ്ടാവും. അത് ഞങ്ങൾ എവിടെ മിസ്സാക്കാറില്ല. കളിക്കുമ്പോളേ വാൾമുടി കെട്ടുമ്പോളേ ആടി കളിക്കുമ്പോളേ വാൾമുടി കെട്ടുമ്പോളേ. എല്ലാവരും കൂടി തോണിലിങ്ങനെ പോകുന്നത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ കായലും മരങ്ങളും ചങ്ങാടങ്ങളും ഒക്കെ കണ്ടിങ്ങനെ പോകാനായിട്ട് നല്ലൊരു രസമായിരുന്നു. പിന്നെ ഉച്ചയായതുകൊണ്ട് അതിൻ്റെതായ ചൂടും ഉണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്ക് നല്ലൊരു തണുത്ത കാറ്റും കിട്ടുന്നുണ്ട്. പിന്നെ കഥകളൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് പോകുമ്പോൾ ഈ ചൂടൊന്നും ഒരു പുത്തിരിയല്ല. കുഞ്ഞാനുവിന് പിന്നെ പാറുവിനെ കിട്ടിയ പിന്നെ വേറെ ആരും വേണ്ട. പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ തലമുട്ടൊന്ന് പേടിച്ചെല്ലാവരും കുനിഞ്ഞിട്ടൊക്കെയാണ് ഇരുന്നത്. കുട്ടൂന് പിന്നെ വെയിൽ കണ്ട അലർജിയാണല്ലോ, അതുകൊണ്ട് പിന്നെ കൊടയൊക്കെ പിടിച്ചിട്ടാണ് ആളിരിക്കുന്നത്. ഒരു സൈഡ് കയാക്കിങ്ങിനുള്ള ബോട്ടുകളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ എത്ര തിരക്ക് വന്നാലും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ കപ്പിൾസിനായാലും ഫാമിലിക്ക് ആയാലും ഒരു ഈവനിങ് വന്ന ഈ കയാക്കിംഗ് ഒക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാനുള്ള ആംബിയൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 30 to 45 മിനിറ്റ്സാണ് നമുക്കിതിൽ ടൈം വരുന്നത്. നമ്മൾ പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള പണി തുടങ്ങി. കിടന്നും ഇരുന്നും ചെരിഞ്ഞും ഒക്കെ നമ്മൾ പോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാറായി.
പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ കുറച്ച് ഊഞ്ഞാലാടിയിട്ട് പോവാ വിചാരിച്ചു. ആക്ച്വലി അവിടെ നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല, കാരണം ഈവനിങ് ആണല്ലോ ഇതിൻ്റെ ടൈമിങ്. അപ്പം പിന്നെ ഞങ്ങൾക്ക് തോന്നി എല്ലാത്തിലും ഒന്ന് കയറി കളയാം. പിന്നെ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇതിൽ ചാടണം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. മീന് പിന്നെ നിങ്ങൾ ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞ് അവിടെ ഒറ്റയ്ക്ക് കയറി. എങ്ങാനും പൊട്ടിപ്പോയാലോ എന്നാണ് അവളുടെ മനസ്സിൽ. പിന്നെ അടുത്തത് 3 നാളും കൂടി ഇതിൽ കറങ്ങാൻ തുടങ്ങി. കുഞ്ഞാൻ്റെയും കൂടെ കൂടി. പിന്നെ അച്ഛനും വിട്ടില്ല. അച്ഛനും ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എനിക്കും കാരണം പറഞ്ഞ അതിൽ കയറിയിരുന്നു. കുഞ്ഞാരും പിന്നെ എനിക്ക് സ്ലൈഡ് മതി എന്ന് പറഞ്ഞ് അതിൽ കയറാൻ പോയി. പിന്നെ ഇതിൽ തൂങ്ങിക്കിടക്കണം പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അതിൽ കയറ്റിപ്പിച്ചു. പിന്നെ ആൾക്കൊന്നും പറ്റുന്നില്ല. അയ്യോ അയ്യോ എന്ന് കത്തല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളൊരു കപ്പിൾസായിട്ടൊന്ന് ആടട്ടെ എന്ന് പറഞ്ഞാൽ ഞാനും കുട്ടും കൂടി അതിൽ കയറിയിരുന്നു. അപ്പൊ ഗൈസ് ഇവര് നല്ല ആട്ടത്തിലാണ്. എങ്ങനെയുണ്ടായിരുന്നു ഡ്രൈവിംഗ്? അത് വേണ്ട, കത്തുവച്ചത്തില്ല ജീവനം കാര്യം പിടിച്ച് ഞാൻ ഇത്രയും വേർത്തു കാറിലിരുന്ന് ആദ്യമായിട്ട്. കുട്ടും കൊച്ചും പിന്നെ എന്നെ എവിടെയൊക്കെ കളിയാക്കാൻ പറ്റുമോ അവിടെയൊക്കെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. അവരുടെ കൂടെ ഒട്ടും മടിക്കാതെ എൻ്റെ അച്ഛനും കൂടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയാക്കിങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ആക്ച്വലി ഇപ്പോൾ ബോട്ടിങ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കയാക്കിംഗ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അവിടം വരെ നടന്നുപോയി. കയാക്കിംഗ് ചെയ്യാനായിട്ട് ഒരാൾക്ക് 150 ആണ് വരുന്നത്. കൊച്ചുവിന് പിന്നെ സിംഗിളായിട്ട് കാരണം പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ ഒറ്റയ്ക്ക് കയറി ഇറങ്ങി. കുഞ്ഞാൻ്റിയും മീനും കൂടിയിട്ടാണ് കയറിയത്. കുഞ്ഞാൻ്റിക്ക് ആദ്യം പേടിയാണ് പറഞ്ഞിട്ട് മാറി നിന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തോ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല വന്നപ്പോൾ ആളെങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് വന്നതാണ്. ഞങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് ഇരുന്നത്. കാരണം മുന്നേ ചെയ്ത് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. 45 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്. പക്ഷെ നമുക്ക് വേഗം ഇറങ്ങേണ്ടതുകൊണ്ട് 45 മിനിറ്റ്സ് ഫുൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയ ഊഞ്ഞാലുണ്ടായിരുന്നു. ആക്ച്വലി നല്ല മഴയൊക്കെ പെയ്തതുകൊണ്ട് നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഞാനും കുട്ടും വേഗം തന്നെ അവിടെ പോയി ഒരു പഴയകാല ചിത്രീകരണം തന്നെ നടത്തി. ശരിക്കും പറഞ്ഞാൽ ഈ 2 ദിവസം പോയത് തന്നെ അറിഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിലെ ഈ കുഞ്ഞു വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.